ഈ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും പഴയ മലയാളം സിനിമ ഏതാണ്? ഉത്തരം ആലോചിച്ചുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ട ഉത്തരം ഞാൻ കണ്ടെത്തി തരാം. അതിനായി ഞാൻ നിങ്ങൾക്കൊരു സിനിമയുടെ ചരിത്രം പറഞ്ഞു തരാം. 1933 PV റാവു സംവിധാനം ചെയ്ത് R സുന്ദർരാജ് നിർമ്മിച്ച് ഒരു സിനിമ ഇറങ്ങി. ഈ സിനിമയ്ക്ക് കുറച്ച് റെക്കോർഡുകളുടെ കഥ പറയാനുണ്ട്. ഇതാണ് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ. അതുമാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി ഒരു കോപ്പിറൈറ്റ് കേസ് കിട്ടിയ സിനിമയും ഈ സിനിമ തന്നെയാണ്. 1931 ഷൂട്ടിംഗ് തുടങ്ങിയ ഈ സിനിമ CV രാമൻപിള്ള എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു നിർമ്മിച്ചത്. എന്നാൽ ഈ ബുക്കിന്റെ പബ്ലിഷേഴ്സായ കമലാലയ ബുക്ക് ഡിപ്പോ അവരുടെ സമ്മതമില്ലാതെ നോവൽ സിനിമയാക്കിയതിന് കേസ് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഈ കേസിനെ തുടർന്ന് 1933 മെയ് 12 റിലീസായ സിനിമ അന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചെന്നും അതല്ല, ഈ സിനിമ റിലീസേ ആയില്ലെന്നും രണ്ട് വാദങ്ങൾ കാണാൻ കഴിഞ്ഞു. എന്തൊക്കെയായാലും ഫലത്തിൽ സിനിമ വലിയൊരു പരാജയമാവുകയും അതിനെ തുടർന്ന് സിനിമയുടെ പ്രൊഡ്യൂസർ പാപ്പരായി തീരുകയും ചെയ്തു. 1974 സിനിമയുടെ പ്രിന്റ് കമലാലയ ബുക്ക് ഡിപ്പോയുടെ പഴയ ഓഫീസിൽ നിന്ന് ലഭിച്ചു. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും സൗത്ത് ഇന്ത്യയിലെ തന്നെ സർവൈവ് ചെയ്യപ്പെട്ട ഒരേ ഒരു സൈലന്റ് ഫിലിം ഇതാണ്. അതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സിനിമയുടെ പേരെന്താണെന്നല്ലേ? മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലിന്റെയും മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമയുടെയും പേരൊന്നു തന്നെയാണ്: മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ മലയാളം മൂവി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾക്ക് കാണാനാവും. ആ സിനിമ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മലയാള സിനിമയുടെ ചരിത്രവും കാണാൻ പറ്റും. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവും കിട്ടും.